അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പൊ ഒരുപാടായി കണ്ടിട്ടല്ലേ. ഇത് വീട്ടിൽ പിടിച്ച പൂക്കൾ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ. ഇതിലും വലിയൊരു ബൗളിനകത്ത് ചെയ്യാനായിരുന്നു. ആ ബൗൾ എനിക്ക് ഇവിടെ കണ്ടില്ല കേട്ടോ. ആ ഒരു ടൈമിൽ കണ്ടില്ല. ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ വന്ന് കിച്ചണിന്റെ കബോർഡ് തുറന്നപ്പോൾ ഇരിക്കുന്നു ബൗൾ. ആവശ്യം എല്ലാം കഴിഞ്ഞിട്ട് ചില സമയത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. നിങ്ങളെ ഞങ്ങൾ തേടി നടക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല. അതെല്ലാം കഴിയുമ്പോൾ വരുന്ന കുറച്ചാക്കുക. അതുപോലായിരുന്നു ആ ഒരു ബൗളിന്റെ വരക്കം. ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, മാറ്റണ്ടാവും. ഈ ഒരു എവിച്ച് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ ഒരു മികച്ച യൂട്യൂബർ ആവാനുള്ള ശ്രമം കാണുന്നുണ്ടോ? സത്യമാണ്, പല ആംഗിളിൽ നിന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയതാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ബൗൾ ഉണ്ടോ നിങ്ങൾ? ചെറിയൊരിത്, അതിന് 99 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഗ്ലാസ് ആണ്. ഷോ പീസായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ സാധനമാണ്. വിശാലിന്ന് മേടിച്ചത്. അപ്പത്തിന്റെ മാവ് ഈ വട്ടം നന്നായിട്ട് ഫെർമെന്റഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വട്ടം അപ്പത്തിന്റെ മാവ് ആട്ടിയിട്ടുണ്ടെങ്കിൽ പട്ടി അടിക്കുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കല്ല കേട്ടോ, അമ്മയ്ക്കാണ്. അമ്മ അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന്റെ തലേന്ന് വന്ന് എന്നെ കൊണ്ട് മാവ് അരപ്പിച്ചുകൊണ്ട് പോയി. അവിടെ വീട്ടിൽ അരച്ച എപ്പോഴും ഇങ്ങനെ ഇത് കൂടിയിട്ട് വരത്തോളം റെഡി ആവുന്നില്ല, പട്ടി അറിയാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം ചുട്ടാ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മാവ് ആട്ടിക്കൊണ്ട് പോയി. അത് ഞാൻ പക്ഷെ ചുട്ട് നന്നായിട്ട് വന്നു. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചോറ് കൂടി പോകുന്നതാണ് കേട്ടോ. അമ്മ ഇടുമ്പോൾ അമ്മ കറക്റ്റ് ആ ഒരു ഇതിനുള്ള ചോറ് ഇടുക. അത്രയും ചോറ് വേണ്ട, ജസ്റ്റ് ഫെർമെന്റഡ് ആവാനുള്ള ചോറ് മതി. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇതിനു മുമ്പൊക്കെ ഞാൻ കറക്റ്റ് എത്ര അരി ഇടുന്നു അത്രയും കരണ്ടി തന്നെ ചോറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഒരുമാതിരി മടല് കണക്കിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ടെക്നിക്ക് പഠിച്ചു. അങ്ങനെ ഈ ടെക്നിക്കാണ് ഇപ്പൊ ഞാൻ പ്രയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ആ കുപ്പികൾ നമ്മൾ മൈജീന്ന് മേടിച്ചായിരുന്നു. അതിന്റെ ഹോൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്യാപ്സിക്കത്തിന്റെ 3 കളർ ഇത് നമ്മൾ സൈക്കിളാക്കിയിട്ടുണ്ട്. ഇത് ചീരത്തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇച്ചിരി മുളക് പൊടി ഞാൻ ചേർക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചേർക്കാറൊന്നുമില്ല, ഓപ്ഷനാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. ജീരകവും മഞ്ഞപ്പൊടിയും തന്നെ ധാരാളം, കൂടുതലൊന്നും വേണമെന്നില്ല. ഞാൻ എൻ്റെ വാളെടുത്ത് ഉറയിലിട്ടത് നിങ്ങൾ കണ്ടോ? സാധാരണ ഞാൻ ആ ഒരു ഡ്രോയറിൽ തന്നെയാണ്, കട്ട്ലറിയിൽ തന്നെയാണ് ആ ഒരു ഇത് വെക്കുന്നത്. ഈ വട്ടം എന്തോ പറ്റിയെന്ന് അറിഞ്ഞില്ല, ഇതെടുത്ത് വെളി വെച്ച് ഞാൻ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് വീണ്ടും ഉറയുണ്ടെന്ന് ഞാൻ ആലോചിച്ചത് എന്തിന്റെ കേടാ എനിക്ക് എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച അതിർത്തി ഒരുപാട് താമസിച്ചു എണീറ്റപ്പോൾ കേട്ടോ. ഒരുപാട് താമസിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ലേറ്റ് ആയില്ല, എന്നാലും എനിക്കൊരു റിലാക്സിങ് ടൈം ഒക്കെ ഇന്ന് കിട്ടിയോന്ന് വെച്ചാൽ അങ്ങനെയുള്ള ടൈമൊന്നും കിട്ടിയില്ല. കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ പോയി കുറച്ച് റിലാക്സ് ചെയ്യണമെന്നൊക്കെ ഞാൻ കരുതി, പക്ഷെ അതൊന്നും നടന്നില്ല. ഇതെന്താണെന്നറിയാവോ? അരി തിളച്ച് തൂങ്ങിയിട്ടുണ്ട്. അതിന്റെയാണ് ആ ഒരു ഗ്യാസിന്റെ ആ ഒരു സ്റ്റാൻഡിനകത്ത് ആ ഇത് കാണുന്നത്. ആദ്യം തന്നെ ചീരത്തോരൻ വെക്കാനുള്ള ശ്രമമാണ് കേട്ടോ. ശ്രമമൊന്നുമല്ല ഇത്. പിന്നെ വീഡിയോ കുറച്ചും കൂടെ പുരോഗമിപ്പിക്കാനുള്ള ശ്രമമെന്ന് വേണമെങ്കിൽ പറയാം. ചീരത്തോരൻ വെക്കാനുള്ള ശ്രമമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ചേട്ടത്തിയുടെ ഒരു ടിപ്പാണ് കേട്ടോ. ഇതിപ്പോ ഒന്നും പറഞ്ഞാലല്ല, നമ്മള് വേറെ ഒരിടത്ത് വെച്ചിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ചേട്ടത്തി ഇങ്ങനെയാണ് ചീരത്തോരൻ വെച്ചത്. അപ്പൊ അന്ന് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആയുഷിനും ഇങ്ങനെ ചീരത്തോരൻ വെച്ച് കൊടുക്കുന്നതാണ് അവനും ഇഷ്ടം. അങ്ങനെ ഞാൻ ആ ഒരു ടിപ്പിന്ന് ഫോളോ ചെയ്ത് ചീരത്തോരൻ വെച്ചു. അതിനുശേഷം ഞാൻ ചീരത്തോരൻ്റെ ഈ ചീര ഉണ്ടല്ലോ, കുറേ നാളിന് മുമ്പ് മേടിച്ചു, അതായത് ഓണത്തിന് മുമ്പ് മേടിച്ചു. പക്ഷെ ഇത്രയും ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നല്ല ഫ്രിഡ്ജ്. എന്തുകൊണ്ടല്ല, സാധനം നല്ല ഫ്രഷ് സാധനമായിരുന്നു. പച്ചച്ചീരയും ചുമന്ന ചീരയും കൂടെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വന്നു. ചുവപ്പ് ചീര എനിക്ക് വന്നു, പച്ച ചീര വീണ്ടും എടുത്തു. ഞാൻ ഇന്നാണ് ഈ ഒരു ചീര എടുക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. വേറെ ഒന്നും വന്നില്ല, ബോറടിക്കും. കുറച്ച് കണ്ടു വരുമ്പോൾ തന്നെ ബോറടിക്കും. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ് ഉണ്ട്, സാഡ് ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ അച്ഛൻ ഈ മാസം 31 വരും. സാഡ് ന്യൂസ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഷപ്നയുടെ വാപ്പ മരിച്ചു. ഉത്രാടത്തിൻ്റെ അന്നാണ് പുള്ളിക്കാരൻ മരിച്ചത്. എനിക്ക് അന്നത്തെ ദിവസം ഒന്നും പോകാൻ പറ്റിയില്ല. പോണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും ഞാൻ പോകാനായിട്ട് നമ്മൾ തിരിഞ്ഞു ലൈവ് ലൊക്കേഷൻ നോക്കിയപ്പോൾ അതങ്ങ് ഡിലീറ്റ്, എന്തോ ലൈവ് ലൊക്കേഷൻ അങ്ങനെ കിടക്കത്തില്ല, അതങ്ങ് പോയി. പിന്നീട് അപ്പോൾ അനിയൻ പറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് ഏകദേശം വീടിന്റെ ഒരു വഴിയൊക്കെ അറിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞ് വീട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ഞാൻ ആളെ കണ്ടു. ഒരുപാട് വിഷമമായി എനിക്ക്. കാര്യം അവള് പറഞ്ഞു കുറച്ചും കൂടെ നാളൊക്കെ ഇരുന്നിരുന്നെങ്കിൽ. നമുക്ക് അങ്ങനല്ലേ, നമ്മളെ പാരൻസ് ഒക്കെ പോകുമ്പോൾ ഒരു വിഷമമാണല്ലോ. അവളാണെങ്കിൽ അങ്ങനെ ഒരാളുമാണ്. അവളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാമിലി മൊത്തവും ലീഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ അവളെയും മാക്സിമം സമാധാനിപ്പിച്ച് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ കരയാൻ പഠിക്കരുത്, കരയണമെന്ന് തോന്നുമ്പോൾ നീ കരയണം, അല്ലാതെ എല്ലാം കൂടെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും എനിക്കറിയാം അവൾക്ക് എത്രത്തോളം വിഷമമായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
പിന്നീട് നമ്മളുടെ ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ അച്ഛൻ 31-ാം തീയതി വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഹാപ്പി ന്യൂസ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് നടക്കാം. അപ്പൊ ഇനിയുള്ള വീഡിയോസിലൊക്കെ കുറച്ചൊക്കെ അച്ഛനെയൊക്കെ കാണും കേട്ടോ. എല്ലാത്തിലൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അച്ഛന് വീഡിയോസ് ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അച്ഛൻ വേണമെങ്കിൽ എത്ര ആണെങ്കിലും വരും. അങ്ങനെ അമ്മ രാവിലെ എനിക്ക് മീൻ കൊണ്ടുവന്ന് തരാൻ വന്നതാണ്. ഇന്നലെ രാത്രിയിലെ അനിയൻ മീൻ വെച്ചെന്ന് പറഞ്ഞ് ചേച്ചിയും കൂടെ ഉള്ള മീനാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ എടുത്തോണ്ട് വന്നില്ല, മറന്നുപോയി കേട്ടോ. മറന്നുപോയ കാരണം എടുത്തോണ്ട് അമ്മ രാവിലെ അതും കൊണ്ട് വന്നതാണ്. പിന്നെ പാത്രങ്ങളെല്ലാം ഞാനിങ്ങനെ കഴുകി മാറ്റുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ അടുക്കള ജോലി മൊത്തവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് അടുക്കളയിൽ കയറാൻ വയ്യ. കാര്യം ഇന്ന് എനിക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു. വീട് വൃത്തിയാക്കാന്ന് വെച്ചാൽ ഇവരുടെ റൂം, ആയിഷിന്റെയും ജിയുടെ റൂം ഭയങ്കരമായിട്ട് മിസ്സായി. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഓരോരോ ഡ്രസ്സുകൾ പുതിയത് എടുത്തിട്ടും അത് അങ്ങോട്ട് ഊരിയിടും. അങ്ങനെ അങ്ങ് മിസ് ഔട്ടായി. അപ്പം ചുട്ടു വന്നപ്പോൾ നല്ല നല്ല രീതിയിൽ സോഫ്റ്റ്നെസ് ഉള്ള ഒരപ്പം തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി മാവ് വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കാര്യം നാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഇവിടെ ചോദിച്ചു നോക്കണം. എല്ലാവർക്കും കൂടെ അപ്പം മതിയെങ്കിൽ രാത്രി അപ്പം ആക്കണം. കാര്യം നാളത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. ഇനി ആ ഒരു കാപ്പ് തന്നെ റിപ്പീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എനിക്ക്. കാര്യം എനിക്ക് അപ്പം അത്ര വലിയ ഇഷ്ടമല്ല, അത് കാരണം. പിന്നെ അവരുടെ ഞാൻ ചോദിച്ചിട്ടില്ല, അവർക്കും അങ്ങനെ വലിയ താല്പര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇതിനകത്ത് ഞാൻ അരിക്കകത്ത് ഞാൻ സ്പൂൺ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിസിലടിക്കുമ്പോൾ തൂകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില സമയത്ത് തൂകും. തൂകിയിട്ടുണ്ട്, ഒരു വട്ടം തൂകി കേട്ടോ. അതെന്താന്ന് അറിയില്ല, ഈ കുക്കർ ചെറുതായത് കാരണമാണ് അതിങ്ങനെ ഇത് ചെയ്തിട്ട് വന്നേന്ന് എനിക്കറിയാൻ വയ്യ. മാവ് അത്രയും വലിയൊരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, ഉള്ള സ്പേസ് നഷ്ടപ്പെടും. അത് കാരണം കുഞ്ഞു പാത്രത്തിലോട്ടാക്കി അത് ആ ഒരു ഇത് വെച്ച് അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ആ ഒരു അടപ്പ് ക്യാപ്പ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിൻ്റെയും ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഒന്നും അടപ്പൊന്നും ഇല്ല. ഞാൻ വളരെ കുറച്ച് പാത്രങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വളരെ കുറച്ച് പാത്രങ്ങളെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുള്ളൂ. എനിക്ക് ഒരുപാട് പാത്രങ്ങൾ അടുക്കളയിൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കറിയത്തില്ല എത്രത്തോളം പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ എൻ്റെ കമ്മ 2 ഊരി വെച്ചേക്കുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, അത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഊരിയതാണ് കേട്ടോ. മേക്കാത്തും താഴത്തതും ഒക്കെ. അപ്പൊ സംഗീത എന്നോട് പറയുകയും ചെയ്ത് അടഞ്ഞു പോകാതെ നോക്കിക്കോണമെന്ന്. കാര്യം ഇതിപ്പോ കുറെ വട്ടമായി കുത്തിയിട്ട്. മാങ്ങാച്ചാറും നാരങ്ങാച്ചാറുമാണ് ഞാൻ ഓണത്തിന് ഇട്ടതാണ്. രണ്ടും ഇങ്ങനത്തെ കുപ്പി, അന്ന് ഞാൻ പറഞ്ഞില്ല കുപ്പി മേടിച്ചപ്പോ 49 രൂപയായുള്ള അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിരുന്നു. അങ്ങനെ 2 പേർക്ക് 2 അച്ചാറാണ് വേണ്ടുന്നത്. ആയിഷിന് നാരങ്ങാച്ചാറാണെങ്കിൽ ദിയയ്ക്ക് മാങ്ങാച്ചാറാണ് വേണ്ടുന്നത്. അപ്പൊ 2 പേർക്ക് 2 രീതിയിലാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഇത്രയും വീറും വൃത്തിയുള്ളവളാണോ ചേച്ചി ചോദിച്ചാല് ഞാൻ ഒതുക്കി അങ്ങ് പോവുക. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളയിൽ കയറാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചധികം ജോലികളുണ്ട്. എന്റെ ഗാർഡനൊക്കെ കുറെ ഒന്ന് സെറ്റ് ആക്കണം. ഗാർഡനൊക്കെ കുറെയൊക്കെ ചെടികളൊക്കെ ഞാൻ ഓരോരുത്തർക്കും കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി ചേച്ചിയുടെ വീടിന്റെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഉടനെ ഇടും. കാര്യം എഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. പിന്നെ ഇവർക്ക് ദിവസേന ഓരോ മുട്ട വീതം ഏത് രൂപത്തിലായാലും അവരുടെ വയറ്റിലെത്തിക്കണം. ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് പുഴുങ്ങിയാൽ ഇവർ കഴിക്കത്തില്ല, അവർക്ക് മനം മറിക്കും. പിന്നെ വാട്ടി കൊടുക്കാനെന്ന് വെച്ചാൽ പുഴുങ്ങിയ കഴിക്കാത്തവർ പിന്നെ വാട്ടിയെ കഴിക്കുന്നു. ഇവർക്ക് ചിന്തിച്ച് വെക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ മുട്ട 2 പുഴുങ്ങാൻ വെച്ചു. അപ്പോൾ ഇവർക്ക് ഓംപ്ലേറ്റ് അടിച്ചു കൊടുത്താൽ ഇവർ കഴിക്കും. ബുൾസൈ ഇവർ കഴിക്കത്തില്ല. ജിയോ പിന്നെയും കഴിക്കും. പിന്നെ അച്ഛൻ വന്നു കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടില്ല. അച്ഛൻ ബുൾസൈ അടിച്ച് ജിയാക്കി എടുക്കുമ്പോൾ ജിയോ ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പൊ അതും പറഞ്ഞ് മേടിച്ച് കഴിച്ചോളൂ. ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ചൊന്നും സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട ഓംപ്ലേറ്റ് അടിക്കാനുള്ളതെല്ലാം വെച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുക അച്ഛൻ വരുന്ന വീട് കാണുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്കത് വീഡിയോ എടുത്ത് വെക്കണമെന്നുണ്ട്. എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കും. ചിലപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും കാണത്തില്ല. അച്ഛൻ അങ്ങനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛനെ. എവിടെയെങ്കിലും വെച്ചിട്ട് ഞാനും അച്ഛനെയും കൂടെ ഓപ്പോസിറ്റ് നടന്നിരുന്നെങ്കിൽ അച്ഛൻ മോളെന്നൊന്നും വിളിക്കത്തില്ല. അച്ഛൻ നടന്നങ്ങ് പോകും. നമുക്കും അറിയാം അച്ഛൻ എവിടെയെങ്കിലും വെച്ച് കണ്ടെന്ന് നമ്മുടെ അടുത്ത് അങ്ങനെ മിണ്ടത്തില്ല. അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമെങ്കിൽ നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ നമ്മളെ കാണാൻ നടക്ക് നോക്കും, നമ്മളും അച്ഛനെ കാണാൻ നടക്കുന്ന നോക്കും. അങ്ങനെയൊക്കെയാണ് അച്ഛൻ. പുറത്ത് വെച്ച് കണ്ട അങ്ങനെ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ വന്നിട്ട് ചോദിക്കും എവിടെ പോയത് അല്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ പുറത്ത് വെച്ച് കണ്ടിട്ട് അവിടെ ഒരു കാര്യമൊന്നും ചോദിപ്പോ എടുപ്പോ ഒന്നും ഇല്ല അച്ഛന്. അച്ഛൻ ബേസിക്കലി പുനലൂരുകാരനാണ്. നമ്മളെ അമ്മമ്മ മീൻസ് അച്ഛമ്മ, അതായത് അച്ഛമ്മ കായംകുളംകാരി. അപ്പൊ നമ്മൾ ബേസിക്കലി ഇത് രണ്ടിനും ഇടയ്ക്ക് വിടുന്ന ആൾക്കാരാണ്. അതെപ്പോഴും അമ്മ ഇങ്ങനെ പറയും, നിങ്ങൾ പുനലൂരും കായംകുളം അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വിടുന്ന ആൾക്കാരാണ് നിങ്ങളമ്മ. അച്ഛൻ ഇവിടെ ഒന്ന് സ്റ്റേ ആയതാണ് കേട്ടോ, ഞങ്ങൾ അച്ചാച്ചൻ. ബാക്കി അച്ഛൻ്റെ അനിയന്മാരെല്ലാം പുനലൂരാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്.
അപ്പൊ ശരിക്കും പറഞ്ഞ ഓണ സമയത്ത് നമ്മുടെ പുനലൂരുള്ള ഒരു അങ്കിള് മരിച്ചിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് അതിന് പോകാൻ പറ്റില്ല. 18-ാം തീയതി ചടങ്ങാണ്. ചിലപ്പോ ഞാൻ പോവും. മീൻസ് എനിക്ക് ആ ഒരു ടൈമിൽ ഈ ഡേറ്റ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനെ അവിടെ എല്ലാ വിശേഷത്തിനും ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പോന്നെങ്കിൽ വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോഴേ വരത്തോളൂ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയുഷിനുള്ള ലഞ്ച് മേക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ലഞ്ച് മേക്കിംഗ് അല്ല, ലഞ്ച് പാക്കിംഗ് ആണ് ഈ കാണുന്നത്. ആയുഷിന് നാരങ്ങാച്ചാറ് മതി. ഗിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ മാങ്ങാച്ചാറ്. രണ്ടുപേർക്ക് 2 ടൈപ്പ് അച്ചാറാണ് ഇഷ്ടം. എന്നാലും രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അങ്ങനെ ഞാൻ മീൻ എടുത്ത് വെളിയിൽ വെച്ച്, കാര്യം എന്ന് വെച്ചാൽ മീൻ കണ്ടിച്ച് കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോലി അന്നത്തെ ദിവസത്തത് അടുക്കളയിലുള്ളത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറേണ്ട ആവശ്യമേ എനിക്കില്ല. ഇന്ന് രാത്രി ഇനി ബാക്കിയുള്ള അംഗത്തിനുള്ള നാളത്തേക്കുള്ള അംഗത്തിനുള്ളത് ചെയ്താൽ മതി. നാളെ ഇവർക്ക് കരാട്ട ക്ലാസ് ഉണ്ട്. അങ്ങനെ അതിനുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി. ഇന്ന് രാത്രി തന്നെ അപ്പത്തിന്റെ മാവ് ഞാൻ മാക്സിമം തീർക്കാൻ നോക്കും. അപ്പൊ ഈ ഒരു മീൻ കണ്ടിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. സിലോപ്പിയ എന്ന് പറയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എനിക്ക് എല്ലാ മീനിന്റെയും പേരൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ എല്ലാ മീനും ഒക്കെ കൂട്ടുമെന്ന് വെച്ചാൽ എല്ലാ മീനും ഞാൻ കഴിക്കാറുമില്ല. ചില മീൻ എല്ലാ മീൻസ് അങ്ങനെ ഞാൻ കഴിക്കാറില്ല. എനിക്ക് നിർബന്ധമില്ല മീൻ വേണമെന്നൊന്നും കേട്ടോ. നമുക്കങ്ങനെ അടുത്ത വശത്ത് ഒരു തിണ്ണയുണ്ട്. ഇതുവരെ ഞാനത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു തിണ്ണ പോലെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അത് വൈകിട്ട് ചില്ല് ചെയ്യാനൊക്കെ വേണ്ടി അനീറ്റിയുടെ പ്ലാനിന് നമ്മൾ കെട്ടിയതാണ്. പക്ഷെ ഇതുവരെ വന്നിരുന്ന ചില്ലിയൊക്കെ ഒന്നും നടന്നിട്ടില്ല. കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ അത് തിണ്ണ എനിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. കാര്യം രാത്രിയിൽ ഞാൻ അവിടെ ലൈറ്റ് ഇട്ടിട്ട് തേങ്ങ പൊട്ടിക്കാനും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ധൈര്യമായിട്ട് വന്നിരിക്കാം. ഞാൻ ഇവിടെ രാവിലെ ഇങ്ങനെ മീൻ കണ്ടിക്കാൻ ഇരുന്നപ്പോൾ തന്നെ പൂച്ചയുടെ ശല്യം കാരണം ഞാൻ അവസാനം ഇനി അകത്ത് കയറി കേട്ടോ. കാര്യം ഈ ഇടയ്ക്ക് അനിയനെ പട്ടി അടിച്ച് അതിന്റെ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. പൂച്ചയൊക്കെ അപ്പം പറഞ്ഞു പൂച്ചയൊക്കെ ആയാലും അള്ളിയാൽ മതി തീർന്ന്, ചിലപ്പോൾ അത് കൈകൊണ്ട് ചെറുതായിട്ടൊന്നും അള്ളിയാലും മതി തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ലീറ്ററിന്റെ കേൾക്കുകയും ചെയ്തു. മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനെ പൂച്ചയെല്ലാവരും ഒരു കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ആ ചേട്ടന് ചെറുതാ പ്രശ്നങ്ങളൊക്കെ ആയി. പുള്ളിക്കാരൻ മരിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്കൊരു പേടി. ഞാൻ പതുക്കെ അവിടെ നിന്ന് നൈസ് നീ ഊരി പോരുന്നു. സ്നേഹവും ഇഷ്ടമൊക്കെ ആണ്, പക്ഷെ ഓരോ ആൾക്കാരും അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. ഈ വരുന്ന ആൾക്കാർ കക്കാക്കാരാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് മറിക്കും കക്കയും കൊണ്ട് ഇങ്ങനെ ആളുകൾ വരും, വേണോ എന്ന് ചോദിക്കും കേട്ടോ. ഒരു വട്ടം അങ്ങനെ മേടിച്ച കക്കയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫിഷ് ടാങ്കിൽ കിടക്കുന്നത്. കല്ലുമ്മേ കക്കയെന്ന് പറഞ്ഞ് മേടിച്ചത്. ഇത് വേറൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ലൈറ്റ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ലൈറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ശരിക്കും മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയെ പോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. കഥ കടയ്ക്കണമായിരുന്നു. അടുക്കള കഥ അടച്ചിട്ട് ലൈറ്റ് ഇട്ട് നോക്കിയാലേ ഏത് ലൈറ്റ് വേണമെങ്കിലും സ്യൂട്ട് ആവുമായിരുന്നു. ആദ്യം വാമൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞാൻ സെറ്റ് ആവുന്നില്ല. ഞാൻ എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു നിന്നിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് അറിയുന്നത് സെറ്റ് ആവുന്നില്ല എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞാൽ വേറൊന്നുമല്ല, അടുക്കള കഥ അടച്ച് നോക്കിയിട്ട് വേണമായിരുന്നു ഈ ലൈറ്റിന്റെ സെറ്റിംഗ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലല്ലോ, അതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാ ലൈറ്റ് ഇട്ടു, വൈറ്റ് ഇട്ടപ്പോഴും സെയിം ഇതൊക്കെ തന്നെ. ഒന്ന് അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ അതും മാറ്റി. പക്ഷെ നിങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ അടുക്കളയിൽ നല്ല പ്രകാശം കാണും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ സാധനം അടുക്കളക്കഥ അടച്ചു, ഞാൻ ലൈറ്റ് വേറെ വെച്ചു. ഇത് രാവിലത്തെ അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ 2 പഴവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ മീൻകറി ഞാൻ വെച്ചു എന്ന് പറഞ്ഞില്ലേ, മീൻ പൊരിക്കാനുള്ളത് ഇവർക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവർക്ക് മീൻകറി വെച്ചാൽ ഈ കറി തന്നെ ഇവിടെ 2-3 ദിവസം വേണമെങ്കിൽ ഓടും കേട്ടോ. കാര്യം ഇവരാരും കറി കൂട്ടത്തില്ല, ഞാനും കുറച്ചേ കൂട്ടത്തുള്ളൂ. അത് കാരണം ഇത് 3 ദിവസം വേണമെങ്കിൽ ഓടും. നമ്മൾ തോന കറി വെച്ചാൽ ഒരാഴ്ചക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോളും. അത്ര നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി.